നമുക്ക് സ്പെഷ്യൽ കഞ്ഞിയിലേക്ക് നാട്ടിൽ കൊടുക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നാടൻ കോഴിക്കഞ്ഞി. അപ്പോൾ നമുക്ക് കോഴികളിലൊക്കെ നല്ല വൃത്തിയായി കഴുകിയെടുത്ത് നല്ല അടിപൊളി കഞ്ഞി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 10 കുടം വെള്ളം ഒഴിക്കണം നമുക്ക്. 2 110 ലിറ്റർ വെള്ളം ഒഴിക്കണം. വെള്ളം ഒന്ന് ചൂടാട്ടെ. അടിപൊളിയായി. കോഴി നമുക്ക് പതുക്കെ കൊടുക്കണേ. നല്ല ജീരകശാല അരി, നല്ല പഴയ അരി കണ്ടാ നല്ല മണം. ജീരകശാലേ കോഴി ആയിക്കൊണ്ടിട്ടില്ല. വലിയ ഉള്ളി നല്ല വെള്ളത്തിലിട്ട് കുതിർത്തിയ ഉലുവ, തേങ്ങ നല്ല ഐശ്വര്യത്തോടെ പൊട്ടണം കേട്ടാ, പോരാട്ടാ. അടിപൊളി. പഴയ കല്യാണ വീടുകൾ ഓർമ്മ അല്ലേ? ഇപ്പൊ ഗ്രൈൻഡറൊക്കെ ആയ ഇത് നമുക്ക് അരച്ചെടുക്കണം. തേങ്ങയിൽ തന്നെ കുറച്ച് പട്ട, കുറച്ച് ഗ്രാമ്പു, കുറച്ച് ഏലക്കായ, ഇത് നമുക്ക് അരച്ചെടുക്കണം. എല്ലാം എടുക്കല്ലേ? കഴുത്തിപ്പിടിച്ചു. അതെ. നല്ല കഴുകിയെടുത്ത കടലപ്പരിപ്പ് നമുക്ക് വേവിച്ചെടുക്കാം. വേകട്ടെ. നല്ല നാടൻ ചിക്കനിൽ ഇറച്ചിയില്ലല്ലേ? ഇറച്ചി നമ്മുടെ ഇറച്ചി കോഴിന് വേണം. നാടൻ തന്നെ. ഇത് ഇത്തിരി ടാസ്ക് പിടിച്ച് പണിയാ അല്ലേ? മതില്ലേ? കുരുമുളക് പൊടി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി വെള്ളത്തിൽ കലക്കിയത് വെള്ളം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി വെള്ളത്തിലിട്ട് കലക്കി. ഞാൻ തന്നെ വെള്ളം ഒഴിച്ച് വളർത്തിയ കറിവേപ്പില ഇട്. ഒഴിച്ചോ. ചെറിയ ജീരകം വെള്ളത്തിൽ കലക്കിയത്. പെരുംജീരകം വെള്ളത്തിൽ കലക്കിയത് അരച്ചത്. പാകത്തിന് ഉപ്പ്, കല്ലുപ്പില്ലേ നോക്കിട്ടോ അല്ലേ? നീ കഞ്ഞിലിട്ട് വേവിച്ചെടുത്ത ചിക്കല്ലേ? മിക്സ് വേണം. അടിപൊളിയായി ബന്ധം. നമുക്കിത് അരച്ചെടുക്കാം. മതി മിക്സ് ചെയ്യട്ടെ. കടലപ്പരിപ്പ് വേവിച്ച് വെള്ളത്തിൽ കലക്കിയത്. മതി. തേങ്ങ, പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം കൂടി അരച്ച് വെള്ളത്തിൽ കലക്കില്ല.
എൻ്റെ തോട്ടത്തിൽ കൃഷി ചെയ്യാൻ നല്ല അടിപൊളി മഞ്ഞൾപ്പൊടി, നല്ല ഒറിജിനൽ അസല് ഉള്ള വെച്ചോ. ഓക്കെ, എന്താ കളറല്ലേ. ഇനിയാണ് കഞ്ഞിയാണ് കേട്ടോ. ഇത് കുറച്ച് നെയ്യ് ഒഴിക്കാം, ശുദ്ധമായ പശുവിൻ നെയ്യ്. ഇത് കുറച്ച് ഉള്ളി നെയ്യിലിട്ട് വറുക്കണം. മതില്ലേ? ആ, ഇതാണ് ഇതിൻ്റെ താളിച്ചൊഴിക്കുന്നത് കേട്ടോ. മതി. ടേസ്റ്റ് നോക്കാം. ആഹാ, അങ്ങനെ കോഴിക്കഞ്ഞി ടേസ്റ്റ് നോക്കാം. സംഭവം അടിപൊളി. ലക്ഷ്മണ നല്ല ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. കോഴിക്കഞ്ഞി എങ്ങനെയുണ്ട്? സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. വിനു എങ്ങനെയുണ്ട്? നിന്റെ നാട്ടിലൊക്കെ ഇത് കഞ്ഞി കിട്ടുമോ? ആണോ? ഇത് കോഴിക്കഞ്ഞി കേട്ടോ, സ്പെഷ്യലായിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അധികം മസാലയൊന്നുമില്ല, ഹെൽത്തി കഞ്ഞി അല്ലേ? അപ്പോൾ ഇത് കോഴിക്കോട് അല്ലേ, ആ ഭാഗത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ നാട്ടിൽ ഈ സാധനം ആളുകൾ കഴിച്ചിട്ടേ ഇല്ല അല്ലേ? ഞങ്ങളും കഴിച്ചിട്ടില്ല. അതെ, ഞങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ബാലൻസ് ആയിട്ട് വലിയ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി. ഇന്ന് നമ്മുടെ നാട്ടിലെ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ പള്ളി, പിന്നെ നമ്മുടെ ഓർഫനേജ് കുട്ടികൾ എല്ലാവരും കോഴിക്കഞ്ഞി കൊണ്ടാണ് നോമ്പ് തുറക്കട്ടാ. അപ്പോൾ ഞങ്ങൾ അധികം വൈകില്ല, ഞങ്ങൾ നേര് അല്ലേ, നമുക്ക് പോകല്ലേ, സമയമായി. നമുക്കിത് കുട്ടികളെ കൊണ്ട് കൊടുത്തിട്ട് അവിടെ നോമ്പ് തുറക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാം. എന്താ കഞ്ഞി. ഇത് സംഗതി കഞ്ഞി ഒരുപാടുണ്ട് കേട്ടാ. ഇന്ന് നാട് മുഴുവൻ നമ്മുടെ കഞ്ഞി കൊണ്ട് നോമ്പ് തുറക്കട്ടെ. എന്ത് എല്ലാവരും. ഇത് നമ്മുടെ കുട്ടികൾ നമ്മൾ ഓർഫനേജിൽ കൊണ്ടുപോകാൻ വേണ്ടി ആക്കാണ്. ഇത് പാത്രം ഇറക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അടുത്ത കഞ്ഞി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ചിക്കൻ കഞ്ഞിയാണ് ഇട്ടത്. കോഴിക്കഞ്ഞി, കോഴിക്കഞ്ഞി ജ്യൂസാണ്, ചിക്കന്റെ ജ്യൂസ്. അതെ അതെ അതെ, സാധനമാണ്. സന്തോഷമായിട്ട് കഴിക്കാം. നല്ല ഹെൽത്തി കഞ്ഞിയാണ്. ഞാനിപ്പോഴാണ് കഞ്ഞി കൊടുക്കണ്ട. നല്ല അടിപൊളി കഞ്ഞി എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ കഞ്ഞി കേട്ടാ. അപ്പോൾ എപ്പോഴും പറയും പോലെ തന്നെ ഞാൻ എപ്പോഴും വരുന്ന നമ്മുടെ പോളികാർഡ് ഓർഫനേജിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ വിശേഷങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ ആളുകൾ കിട്ടാ, അവർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കുക കേട്ടാ. അപ്പോൾ വിശേഷം ഉണ്ടെങ്കിലും അല്ലേ അതൊന്നും നോക്കണ്ട നിങ്ങൾ. അപ്പോൾ ഞാനിവരുടെ കോൺടാക്ട് നമ്പർ നമ്മുടെ വീഡിയോയിൽ താഴെ വെക്കാം കേട്ടോ. നിങ്ങളെ കൊണ്ടാകുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. ഒരു 150 പേരോളം അടങ്ങുന്ന ഒരു ഓർഫനേജാണ്. അതും കൂടുതലായിട്ട് ഓട്ടിസം അങ്ങനെ തുടങ്ങിയ അസുഖങ്ങൾ ബാധിച്ച കുറേ കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. ഒരു 3-4 വയസ്സായ കുട്ടികളുടെ ഇതേ ഉള്ളൂ. ഭയങ്കര രസകരമായ എന്താ പറയുക, ഇവർക്ക് വന്നാൽ ഭയങ്കര സന്തോഷമാണ്, നമ്മൾ ഹാപ്പിയാണ്. അപ്പൊ എല്ലാവരും ഒരു പെരുന്നാളിന്റെ ആശംസകൾ പറഞ്ഞ എല്ലാവർക്കും താങ്ക് യു. ഈ വീഡിയോ അവിടെ വെച്ച് തീർക്കാണ്ട. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യുന്നൊന്നും പറഞ്ഞില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത് നല്ലൊരു വീണ്ടും കാണാം. ബൈ. അടിപൊളി സംഭവം നോക്കി, ഒരു ചിത്രമൊക്കെ വരച്ച്. താങ്ക് യു. കഞ്ഞി ഇഷ്ടപ്പെട്ടാ?
കഞ്ഞി ഇഷ്ടപ്പെട്ടോ? ഓക്കെ കേട്ടാ, കാണാം. ആഹാ ഓക്കെ.